ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നഖത്തുമ്മലിടുന്ന മൈലാഞ്ചി എങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം എന്നാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. വെറും 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാൻ മൈലാഞ്ചി ഉണ്ടാക്കുന്നത്. ഇത് ഈസി റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. പെട്ടെന്ന് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. അതിനു വേണ്ടി ഞാൻ എടുക്കുന്നത് ഒരു 5-6 സ്പൂണ് ചായയിലയാണ് എടുക്കുന്നത്. ഞാൻ ഇത്തിരി ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങളുടെ നാലുപുറത്തുള്ള കുട്ടികൾക്കും കൊടുക്കാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് ഇത്ര ക്വാണ്ടിറ്റി എടുക്കണം എന്നില്ല. നിങ്ങൾക്ക് വേണ്ടതിന് അനുസരിച്ച് എടുത്താൽ മതി. നിങ്ങളുടെ പാത്രം ഇതൊക്കെ അനുസരിച്ച് എടുത്താൽ മതി. അപ്പോൾ അതിലേക്ക് ഞാൻ അതിനനുസരിച്ച് ചായയില ടീ പൗഡർ എടുത്തതിനനുസരിച്ചിട്ടുള്ള ഷുഗറുമാണ്, പഞ്ചസാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് രണ്ടും നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കൈകൊണ്ട്. എന്നിട്ട് നമ്മളുടെ ഏത് പാത്രമാണോ നമ്മൾ എടുക്കുന്നത് വെച്ചാൽ അതിൻ്റെ അരികിലൂടെ നമുക്ക് 4 പുറവും ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമ്മൾ അരികിലൂടെ ഇട്ട് കൊടുക്കുക. സെൻറ്ററിലേക്ക് ആവണ്ട. സെൻറ്ററിൽ നമുക്ക് ഈ മൈലാഞ്ചിയുടെ നീര് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പാത്രം വെക്കാനുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും ഒരു സൈഡിലേക്ക് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇതൊരിക്കലും ഫ്ലോപ്പ് ആവുകയില്ല കേട്ടോ. നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു മൈലാഞ്ചി ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് ഇത് ഫ്ലോപ്പ് ആവില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമ്മളത് ഗ്യാസുമ്മ വെച്ചിട്ടുണ്ട്. അത് തീ നല്ലോണം കത്തിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇതിൻ്റെ വായു മൂടാൻ പാകത്തിനുള്ളൊരു ബേസണ് ഇറക്കി വെക്കാം. നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ എടുക്കുന്ന പാത്രത്തിനനുസരിച്ച് അതിൻ്റെ വായു ഭാഗം മൂടാൻ പാകത്തിനുള്ളൊരു പാത്രത്തിൽ നിറച്ചും വെള്ളം വെക്കണം. എന്നിട്ട് ഫസ്റ്റ് ഒരു 5 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ തീ കത്തിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് തീയാക്കാം. എന്നിട്ടൊരു 20 മിനിറ്റോളം ഞാൻ വെച്ചിട്ടുണ്ടാവും. ഇത് 10-20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ മാറ്റി നോക്കുമ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ടാണ് ഇത്. നമുക്ക് അത്യാവശ്യം നല്ലോണം മെഹന്തിയുടെ വെള്ളം, മൈലാഞ്ചി വെള്ളം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി സൈഡിലൊക്കെ ഒന്ന് ഉണ്ടാവാനുണ്ട് എന്ന് വെച്ചിട്ട് ഒന്നും കൂടി വെച്ചു. അപ്പോൾ കുറച്ചും കൂടിയൊക്കെ ഫുള്ളായിട്ട് അത് കരിഞ്ഞ് നേരം പോലെ ആയിട്ട് നമുക്ക് നമ്മുടെ മെഹന്തി കിട്ടിയിട്ടുണ്ട്. മെഹന്തി വെള്ളം ലിക്വിഡ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ പാത്രത്തിൽ നിന്നും എടുക്കാം. ഈ പാത്രം കരിഞ്ഞത് ഒരു ലേശം വെള്ളം ഒഴിച്ച് വെച്ചിട്ട് നമ്മൾ നേരം വിളിക്കുമ്പോൾ നമ്മൾ കമ്പിപ്പീരിട്ട് ഉരച്ചാൽ നല്ലവണ്ണം പോയി കിട്ടും. ഇത് കണ്ടോ, നമുക്ക് ഇത്രയും ലിക്വിഡ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ നമുക്ക് കിട്ടിയ ലിക്വിഡ്. നമ്മൾ വലിയ പാത്രം എടുത്ത കാരണമാണ് ഇത്രയും ക്വാണ്ടിറ്റിയിൽ കിട്ടിയിരിക്കുന്നത്. ചെറിയ പാത്രങ്ങൾ അതേമാതിരി പെയിൻറ്റിൻ്റെ ഇതൊക്കെ എടുക്കുമ്പോൾ അതിനനുസരിച്ച ക്വാണ്ടിറ്റിയാണ് കിട്ടുക. അപ്പോൾ ഇതിലേക്ക് ലേശം മൈദ ഇട്ടിട്ടുണ്ട്. മൈദ തന്നെ വേണമെന്നില്ല കേട്ടോ. റൈസ് പൗഡർ ആണെങ്കിലും അരിപ്പൊടി ആണെങ്കിലും മതി. അപ്പോൾ എന്താണെങ്കിലും അത് നമുക്കൊന്ന് നഖത്തിലിടാനും നെയിലിടാനുള്ളൊരു ടെസ്റ്ററായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമുക്ക് നഖത്തിലിടാൻ പറ്റിയൊരു പരുവം ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കയ്യിലിട്ട് നോക്കാം. എൻ്റെ മോളുടെ കയ്യിലാണ് ഞാൻ ഇടുന്നത്. വീണ്ടും ഞാൻ പറയുകയാണ്, ഇതുപോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മൈലാഞ്ചി ഉണ്ടാക്കുന്നത് ഒരിക്കലും ഫ്ലോപ്പ് ആവുകയില്ല, തീർച്ചയായും ഉണ്ടാകും. എൻ്റെ മോൾ അപ്പോൾ ഒരു കവറിൽ നമ്മൾ ഉണ്ടാക്കിയത് ഫില്ല് ചെയ്ത് നഖത്തിലിട്ടിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതുപോലെ നമ്മൾ നഖത്തിൽ ഇടുക. ഞാനൊക്കെ നഖത്തിൽ പരത്തിയിട്ടാണ് ഇടുക. നഖത്തിൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെ പോയിട്ടുണ്ടാകും. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെയൊന്നും ഇഷ്ടമല്ലല്ലോ. അപ്പോൾ അവർ നഖത്തിൻ്റെ അപ്പുറം ഇപ്പുറമൊന്നും പോവാതെ നോക്കിയിട്ടാണ് അവരിടുന്നത്. നിങ്ങൾ എൻ്റെ ചാനൽ വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ കുറേ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉപകാരപ്പെടും. അപ്പോൾ നമ്മുടെ മെഹന്തി ഇടലൊക്കെ കഴിഞ്ഞു. ഇനി ഇതൊന്ന് ഉണങ്ങാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് രാത്രിയാണ് ഇടുന്നത്. അപ്പോൾ ഒരു നേരം എളുപ്പം നോമ്പല്ലേ, ഒരു പുലർച്ചാകുമ്പോഴൊക്കെ നീച്ചിട്ട് നമുക്കിത് കഴുകി നോക്കാം. അപ്പോൾ കാണിച്ചു തരാം കേട്ടോ. നേരം വെളുത്ത് നമുക്കിത് വാഷ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ പുലർച്ചാകുമ്പോൾ നീച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ മൈലാഞ്ചി ഒന്നിങ്ങനെ അടർത്തി എടുക്കുകയാണ്. നല്ല ഉണങ്ങിയിട്ടുണ്ട് നമ്മുടെ മൈലാഞ്ചി കണ്ടോ. അപ്പോൾ ഇത് നമുക്കൊന്നിങ്ങനെ മാന്തി എടുക്കാം. അല്ലെങ്കിൽ ഒരു ബ്രഷോ എന്തെങ്കിലുമൊക്കെ വെച്ച് ഇങ്ങനെ ഉരച്ചെടുത്താലും മതി. ഞാൻ കൈകൊണ്ട് തന്നെയാണ് ഞാനത് അടർത്തിയെടുക്കുന്നത്. നല്ല കട്ടിക്ക് ഇങ്ങനെ നമ്മൾ രാത്രി ഇട്ടിട്ട് കടന്നതല്ലേ, അതുകൊണ്ട് നല്ല കട്ടിക്ക് പിടിച്ചിട്ടുണ്ട് കണ്ടോ. നല്ലോണം നമ്മുടെ മൈലാഞ്ചി ചോത്തിയിട്ടുണ്ട്. നല്ല തീർച്ചയായും നിങ്ങൾ എന്തായാലും ഇത് ചെയ്ത് നോക്കണം. മസ്റ്റായിട്ടും ചെയ്ത് നോക്കണം. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് കാണാനില്ലേ, നല്ലവണ്ണം നമ്മുടെ നെയിൽ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്, നല്ലവണ്ണം ചൂത്ത് വന്നിട്ടുണ്ട്. ഇനി എൻ്റെ മോളുടെ കൈയൊന്ന് ഇന്നലെ ഇട്ട് കാണിച്ചു തന്നില്ലേ, അതൊന്ന് നോക്കാം. അവളുടെ കൈ കഴുകാം. കണ്ടോ,
അവളുടെ കൈ നല്ലവണ്ണം ചുവത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മെഹന്തി വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, അസ്സലാമു അലൈക്കും ഓൾ.